തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ നമ്മൾ വ്യക്തികളെയാണ് നോക്കുന്നത്, മാനിഫെസ്റ്റോ നമ്മൾ കാര്യത്തിലെടുക്കുന്നില്ല. ഇപ്പോൾ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും കുത്താനുള്ള ഒരു അവകാശം ജനാധിപത്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവർ ഒരു ആ രീതിയിൽ പ്രവർത്തിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. അത് പാർട്ടി ഭേദമന്യേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണമെന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ യഥാർത്ഥ ഐഡിയൽ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ നോക്കിയിട്ട് നല്ല നിലപാടുകൾ വെച്ച ആ പാർട്ടിക്ക് മുന്നണിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നിലവിലെ മാനിഫെസ്റ്റോ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആണ്, വ്യക്തികൾ വിടുക, അവരുടെ മറ്റു രാഷ്ട്രീയ അജണ്ടകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുമ്പോൾ മാനിഫെസ്റ്റോ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ ആയിരിക്കും, ഏത് മുന്നണിയുടെ ആയിരിക്കും നല്ല മാനിഫെസ്റ്റോ? 2020. പക്ഷേ 2 സീറ്റിൽ മത്സരിക്കുന്നുള്ളൂ. അതാണ് പ്രശ്നം. മാനിഫെസ്റ്റോവും അദ്ദേഹം വെച്ചിട്ടുള്ള ചില പരിപാടികളുണ്ടല്ലോ, നിയമസഭയിലേക്ക് വേണ്ടി അദ്ദേഹം വെച്ചിട്ടുള്ളതായാലും അദ്ദേഹത്തിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അതാണ് ഏറ്റവും നല്ലത്, ശരിക്കും കേരളത്തിന് നല്ലത് കേട്ടോ, ഒരു റീജൻ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. എന്താണ് ആ പ്രത്യേകത എടുത്ത് പറയാൻ ഏതെങ്കിലും? അതായത് നമ്മളുടെ ഈ സ്റ്റേറ്റിനെ എങ്ങനെ അവരുടെ ഒരു ഗവേൺസിലൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അതിന് കാണുന്നത്. അതിൻ്റെ മാതൃക അവർ പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ആ പഞ്ചായത്തിൽ എങ്ങനെയാണ് അവർ വിജയിപ്പിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ എവിടെ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 964 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം കൂടുന്ന കേരള സംസ്ഥാനത്തെയും ഒരു 10 വർഷം കൊണ്ട് കടയില്ലാത്ത സ്റ്റേറ്റാക്കി മാറ്റി തരാമെന്ന് പറയുന്ന വാഗ്ദാനം അത് വെറുതെ അല്ലാന്ന് നമുക്ക് അതിൽ മൊത്തത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായി. അതിൽ റീസൺ ഉണ്ട്, യുക്തിയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അത് കൂടുതലും ഒരു കേരള ഒരു കോണ്ടെക്സ്റ്റിലല്ലേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് മത്സരത്തിക്ക് വരാം. അപ്പോൾ ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, നിങ്ങൾ പറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ചില വ്യക്തികൾക്ക് ചിലത് ചെയ്യാൻ കഴിയുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതൊരിക്കലും BJP അല്ല, CPM പോലുള്ള പാർട്ടികളല്ല. അതിൽ നിങ്ങൾ എത്ര വ്യക്തിയായാലും, നിങ്ങൾ ഇപ്പോൾ രാധാകൃഷ്ണനായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. MM മണി ചെയ്യുന്ന തന്നെ രാധാകൃഷ്ണൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവിടെ വ്യക്തി നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏതാണെന്ന് നോക്കണം. എന്നാൽ മറിച്ച് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്തൊക്കെയാണ്, അതിൽ വ്യക്തികൾക്ക് പലതും ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പ്രാതിനിധ്യവും ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ചില വ്യക്തി, അതായത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ മന്ത്രി ആയാലും നിങ്ങൾ MLA ആയാലും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഡെമോക്രാറ്റിക് പ്രസ്ഥാനങ്ങൾ. മറ്റേതൊക്കെ ഈ സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. എല്ലാവരെയും നിയന്ത്രിക്കാൻ ഒരു വലിയേട്ടൻ ഉണ്ടായിരിക്കും. ഞാൻ 2 വലിയേട്ടൻ. അപ്പൊ ഇത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് മറ്റേക്ക് പോവാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ മാനിഫെസ്റ്റോകൾ നോക്കിയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മാനിഫെസ്റ്റോ വെച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെയാണ്. അതിനെതിരെ ഇപ്പോൾ ഒരു വലിയൊരു ആരോപണം നടക്കുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ, പഴയ മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. പഴയ മുസ്ലിം ലീഗോ? അതെ, അതുപോലെയുള്ള സംഗതികളാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീമും. പഴയതാണോ? പഴയത് നമ്മളെ ഇപ്പോഴത്തെ അല്ല. അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ചിന്നേറ കാലത്തുള്ളതായിരിക്കും. അല്ല, അതിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും കാണാൻ കഴിയുന്നത് എന്നുള്ള രീതി. ശരിയായ നിയമത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് വ്യക്തി നിയമങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന ആ രീതി എന്നൊക്കെയുള്ള ചില സംഗതികൾ. അതൊന്നും ഒരിക്കലും ഒരു ജനാധിപത്യ കക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ പറയുന്നു വരുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് തമ്മിൽ ഭേദം അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നിലവിലെ മാനിഫെസ്റ്റോയിൽ നിന്നും നല്ലത് എടുത്തിട്ട് നമുക്കൊരു ഏകീകൃത എല്ലാം യൂണിഫോം സിവിൽ കോഡ് പോലെ ഉണ്ടാക്കലാണല്ലോ. അപ്പൊ ഒരു ഏകീകൃത മാനിഫെസ്റ്റോ നമുക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു പുതിയ, അതെ, നല്ല കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കണമെങ്കിലും അതിന്റെ തടസ്സം നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ നിയമങ്ങളാണ്. നമ്മൾക്ക് ആകെ 5% വോട്ട് കിട്ടുന്ന വെച്ചാൽ പിന്നെ അടുത്ത ഇലക്ഷനിലാകുമ്പോൾ ഇവർക്ക് അധികാരം കിട്ടില്ല എന്ന് വിചാരിച്ച് ജനങ്ങൾ പിന്നെ കൊടുക്കല്ലേ. ഈ 5% വോട്ട് കിട്ടി നമുക്ക് 7 സീറ്റ് തരുമായിരുന്നെങ്കിൽ
നിയമസഭയിൽ നമ്മൾ 140 സീറ്റുകളിലും നമ്മൾ നിർത്തി. നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്, അല്ലെങ്കിൽ സെക്കുലറിസ്റ്റുകൾ, പ്യുവർ സെക്കുലർ വാദക്കാരാണ് നമ്മൾ. നമുക്ക് പ്രീണനം ഇഷ്ടമല്ല. പ്യുവർ സെക്കുലർ അല്ല, ഇവര് വ്യാജ സെക്കുലർ ആണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്യുവർ സെക്കുലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവര് പരിപൂർണമായ വ്യാജാണ്. അതിൽ കുറച്ച് സത്യസന്ധമായിട്ടുള്ള വർഗീയവാദം പറയുന്ന 2 പാർട്ടികൾ, അല്ലെ വർഗീയല്ല, ഒന്ന് മുസ്ലിം ലീഗ് അവരുടെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു, അത് ഇതാണ്. അതുപോലെ ഹിന്ദു, അവര് സത്യസന്ധരാണ്. കാരണം അവര് സെക്കുലർ അല്ല, അവര് സെക്കുലർ ആവാൻ പറ്റില്ല അവർക്ക്. മുസ്ലിം ലീഗാണ് കുറച്ചുകൂടി സെക്കുലർ, അവർക്ക് മതമാണ് അവരുടെ പ്രധാന സ്ഥാനം. സെക്കുലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് സെക്കുലറിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ അവിടെ സെക്കുലർ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പോകുന്നു പറയുമ്പോൾ അത് പരിപൂർണമായി പ്യുവറായി സെക്കുലർ ആശയങ്ങളുള്ള ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ നിന്നാൽ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകരെയും സെക്കുലർ ആയിട്ടുള്ള ആളുകളെയും ഈ മുന്നണി മടുത്ത ആളുകളെയൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5% വോട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 5% അർഹതയുള്ള ആനുപാതിക പ്രാതിനിധ്യമുള്ള സീറ്റ് ഇവിടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് 5-ൽ നിന്നും 10-ലേക്കും 15-ലേക്കും 30-ലേക്കും വളരാൻ കഴിയുമായിരുന്നു. 400 സീറ്റും കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവം, ഇവിടെ 5 ഇത് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഒരു അധികാരം കിട്ടുന്നില്ല, ഒരു സീറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇവരെ കൊണ്ട് കാര്യമില്ല എന്ന് നമുക്ക് പൊതുജനം കരുതുകയും പിന്നെ ആ മുളയിലെ അതിനുള്ളിൽ പോവുകയാണ് പതിവ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിന് മാനിഫെസ്റ്റോ ഇറക്കാൻ പറ്റണ്ടല്ല, പക്ഷെ അത് ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല. നമ്മൾ ഇലക്ഷൻ ബോണ്ട് വാങ്ങാൻ പോയാൽ അതുപോലും നമുക്ക് നമ്മുടെ ബോണ്ട് ആരും വാങ്ങിക്കില്ല, ഒരു രക്ഷയില്ല. അത് കാരണം അധികാരമുള്ളവർ മാത്രമേ ബോണ്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ബോണ്ടിനൊന്നും പോവാത്ത CPM കിട്ടിയത് 435 കോടി രൂപയാണ്. ആലോചിക്കണം, 1% പോലും സീറ്റില്ലാത്ത, വോട്ടിംഗ് ശതമാനം ഇല്ലാത്ത പാർട്ടിക്ക് നാഷണൽ ലെവലിൽ അതിന്റെ കുറച്ചും കൂടി ഉള്ള കോൺഗ്രസിന് 20% വോട്ട് കിട്ടിയ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അല്ല, അത് ഇത്തവണ നമ്മുടെ ഇടതുപക്ഷത്തിന് നാഷണൽ പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഭീഷണി അവിടെ നിൽക്കുന്നു. അതായത് ഇവരുടെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം, CPMന് നാഷണൽ പദവി പോകുന്നതിൽ ആർക്കാണ് വിഷമം? CPMന് വിഷമം നമുക്ക് മനസ്സിലാവും, കോൺഗ്രസിനാണ് വിഷമം. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവിടെ കീരി പാമ്പും പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ഒരു നാട്ടുപുറത്തേക്ക് വരിക, എത്രമാത്രം അവർ തമ്മിലുള്ള വൈരുദ്ധ്യം എത്രയാണ്, എങ്ങനെയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവര് ചെയ്യുന്നത് രാജസ്ഥാനിൽ സീറ്റ് കൊടുത്തിരിക്കുകയാണ്, ജയിക്കട്ടെ എന്ന്. കാരണം അവർക്ക് അപ്പൊ പിന്നെ എന്താണ് ഈ സമഗ്രാധിപത്യത്തിന് നമ്മൾ കാണാറുണ്ടല്ലോ. ഈ ഇപ്പൊ ചില സമയങ്ങളിലെങ്കിലും ഇപ്പോ മാനിനെ വേട്ടയാടാൻ വേണ്ടി സിംഹം ഓടുന്നു, രണ്ടുപേരും ക്ഷീണിച്ചു കഴിയുമ്പോ എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതായിരിക്കും സിംഹം ഒരു ഗ്യാപ്പ് കൊടുക്കും. പക്ഷെ കോൺഗ്രസിന്റെ ഉള്ളില് യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ നീരസം വന്നുള്ള ഒരു കേസ് ഇതാണ്. പല കോൺഗ്രസ്സുകാരും അവരെന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു വെച്ചാൽ ഇത് ക്രിമിനൽ സ്വഭാവം കൊണ്ടാണ്. അത് കണ്ണടച്ചു കൊടുക്കല്ലേ. അതെ, ഈ കൃപേഷിനെ പോലുള്ള ആളുകളെയൊക്കെ കൊന്ന് തള്ളി ഇപ്പോഴും ബോംബുണ്ടാക്കുകയാണ് അവിടെയുള്ള ആളുകൾ. ഈ ബോംബ് എന്തിനുണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു ഡെമോക്രസിയിൽ ബോംബ്? അതിപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മതം മാറ്റം പറഞ്ഞാൽ ഇത് ബോംബ് വടകരയിലിരുന്ന് ബോംബ് ഉണ്ടാക്കണം. ഈ ബോംബ് എടുത്ത് ഉണ്ടാക്കി 4 സ്ഥലത്ത് പൊട്ടിച്ച് കുറെ ആളുകള് ഇലക്ഷൻ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കണം. നമ്മളിപ്പോ ഈ ഉയർന്ന മിഡിൽ ക്ലാസ് ആളുകൾ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ അവരെ വീട്ടിൽ വളരെ ശാന്തമായ അന്തരീക്ഷം തകർത്താൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതാണ് ലക്ഷ്യം. പക്ഷെ ഈ ബോംബ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും നന്നായിട്ട് ഇവർ ഇത്രയും വർഷമായി ബോംബ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇതൊരു കൃത്യത പഠിച്ചിട്ടില്ല. അത് അല്ല, പക്ഷെ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ ഇവിടുത്തെ കോൺഗ്രസ് എത്രത്തോളം അതിൽ ഇറങ്ങി? കോൺഗ്രസ് അത് അവരുടെ ഈ ബോംബിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നിപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഒന്ന് SFIയുടെ ഗുണ്ടായിസം. സിദ്ധാർത്ഥനെ പോലുള്ള ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് SFIയുടെ ചേട്ടന്മാരുടെ നേതൃത്വത്തിൽ ഇതൊരു വലിയ വിഷയമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. ബോംബുണ്ടാക്കൽ നിർത്തുന്നില്ല. മാത്രമല്ല അവിടെ ആ ഒരു പ്രശ്നത്തെ തുടർന്ന് BJP ചിത്രത്തിലില്ല.
അവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചയായാലും എന്തും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് അത് കൂടുതൽ അത് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഇടതുപക്ഷത്തിന് പരിക്കേൽക്കുകയല്ലേ ചെയ്യാം. ഇടതുപക്ഷത്തിന് പരിക്കേൽക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇലക്ഷനിൽ അവരെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസാണ്. SFI അഴിമതി, കൊലപാതകങ്ങൾ, ഇത് രണ്ടാണ് പ്രധാനം. ശരിയല്ലേ? ഈ ക്രിമിനലും അക്രമവും അഴിമതി എന്ന് പറയുന്നത് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അഴിമതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന കുട്ടിക്കൊക്കെ അക്കൗണ്ടിൽ കാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മോളായ മതി, ഇതാണ് സ്ഥിതി. അത്രയ്ക്കും അഴിമതി ഒരു ദേശവൽക്കരിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അഴിമതി ഒരു വലിയ പ്രശ്നമായിട്ട് ജനങ്ങൾ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അഴിമതി പക്ഷെ ജനങ്ങൾക്ക് ശീലമായല്ലോ. ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്വൈര്യം ഉള്ള ജീവിതം. കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതിപ്പോ ശീലമായല്ലോ. നിങ്ങൾക്കൊരു സാധനം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് ഔദാര്യമായിട്ട് കിട്ടിയെന്ന് തോന്നുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിന് വിലയില്ലാണ്ടായി. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റിന് ഉള്ളത് സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്കകൾ, അവർക്കുണ്ടായിട്ടുള്ള ഭീതി, ഇത് വലിയൊരു സംഭവമാണ്. കുട്ടികളൊക്കെ അകലേക്ക് പറഞ്ഞയക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭയം, ഇത് ഇവർക്ക് വോട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 വർഷം കൊണ്ട് 5 വർഷം എന്നല്ല 2021 മുതൽ 24 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രശസ്തിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് അത് വളരെയധികം ഇവിടെ നമുക്ക് ഇലക്ഷനിൽ കാണാം. കഴിഞ്ഞ ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കാൻ മത്സരത്തിലായിരുന്നു. ഇന്ന് ഒരാളെ അടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ ഇതിലും ഒപ്പം നിന്ന് അദ്ദേഹം ചിരിക്കുന്നില്ല. ഇവിടെ മാങ്ങണ്ടി വികസന കോർപ്പറേഷൻ്റെ പരസ്യം വരുമ്പോൾ ഒരാളുടെ തലയുണ്ടാവും. ഇന്നിപ്പോൾ ഒരു മുന്നണിയുടെ ഒരു ഇല്ല, അദ്ദേഹത്തിൻ്റെ ഇല്ല. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ആ സ്ഥാനാർത്ഥിയോടൊപ്പം കുറച്ച് പോസ്റ്റർ അവർ ഒട്ടിക്കും. കുറച്ച് അധികം ഒട്ടിച്ചാൽ ഒട്ടു പോകും. അപ്പോൾ ഈ ലാവ്ലിൻ കേസും അതിലൊക്കെ പെട്ട് മാധ്യമ വേട്ടയിൽ തളച്ചിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മുന്നേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളം പണ്ടേ സിംഗപ്പൂർ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തള്ളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് വെറും തള്ളായിരുന്നു എന്നും അതൊരു കുമളയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇന്ന് ആളുകൾ തിരിച്ചറിയണം. പാർട്ടിക്കാർ പോലും തിരിച്ചറിയണം. ഉണ്ട്, പാർട്ടിക്കാരെ തിരിച്ച്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കാരനും CPM ഉള്ളിലുള്ള ഒരാൾക്കും ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല 3 വാക്ക് പ്രയോഗിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല. ഇവിടെ നിൽക്കുന്ന 20 സ്ഥാനാർത്ഥികളുണ്ട്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെതിരെ പാർട്ടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം, അദ്ദേഹം വരുമ്പോൾ എല്ലാവരും ഏറ്റു നിൽക്കുക. പഴയ ജയലളിത സ്റ്റൈലിൽ അല്ലേ? അദ്ദേഹം ബസ്സിൽ വെച്ചൊരു യാത്ര നടത്തിയാണ്. ആ യാത്രയിൽ അദ്ദേഹം ഈ വണ്ടിയിൽ കയറി ചെല്ലുമ്പോൾ അവർ ഇരിക്കുന്നവരൊക്കെ ഇരിക്കും. പിന്നെ അദ്ദേഹം ഇരുന്നാൽ എല്ലാവരും ഇരിക്കും. പിന്നെ വീണ്ടും ആളെ ഏറ്റാപ്പോൾ എല്ലാവരും ഇരിക്കും. ഇതാണ് അതിൻ്റെ അവിടെ നടക്കുന്നത്. ഇതിൽ പെട്ട 20 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ ഇദ്ദേഹത്തോട് നോന്ന് പറയാൻ കഴിയാത്ത ഈ 20 പേരെ പോയിട്ട് ഈ മോദിക്കെതിരെ എന്ത് പറയുന്നത്. ആ യാത്ര വലിയ ഒരു നവകേരള യാത്ര വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കി എന്ന് തന്നെ പറയുന്നല്ലേ ശരി. പക്ഷെ അവർക്കത് തോന്നിയിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഏകാധിപതിക്ക് ഒരിക്കലും ജനങ്ങളുടെ പൾസറിയാൻ കഴിയില്ല. അവരുടെ കൂടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഭയന്നാണ് അവരുടെ കൂടെ സഞ്ചരിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവരോട് പറയുള്ളൂ. ഇന്ദിരാഗാന്ധി 1.5 വർഷത്തോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇന്ത്യയിലുണ്ടായുള്ള ഏറ്റവും വലിയ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ്. എലക്ഷൻ പോലും ഇല്ല, പത്രമില്ല, അത്രയ്ക്കൊന്നും ഇപ്പോഴായിട്ടില്ലല്ലോ. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് അവസാനത്തെ എതിർപ്പുള്ള ആളെ വരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷം തന്നെ ഇല്ലാണ്ടാക്കാൻ അവർ കഴിഞ്ഞു. എല്ലാം വിജയിച്ചു. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദേശത്തുണ്ടായിരുന്ന അവരുടെ ഇമേജാണ്. ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ ജവഹർലാലിൻ്റെ മകളാണ്. ജവഹർലാൽ നെഹ്റു വേഗം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്ന ആളുകളൊക്കെ അന്നും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ മുഴുവൻ വിദേശത്തിരുന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പണി തുടങ്ങിയപ്പോൾ നിവൃത്തിയിലുണ്ടായി. ഇപ്പോൾ ഇവർ വിചാരിച്ചെന്നാൽ ഇലക്ഷൻ നടത്തി കളയാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാ സീറ്റിലും ജയിക്കുന്ന പറഞ്ഞത്. നമുക്ക് വിജയം സുനിശ്ചിത എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ നടത്തിയത്. ഈ ഏകാധിപതികളോട് യഥാർത്ഥ വസ്തുത ആളുകൾക്ക് പറയാൻ ഭയമാണ്. ഒരിക്കലും അവർ പറയില്ല. പറയുന്നവൻ
തൂക്കിലേറ്റപ്പെടും അല്ലെങ്കിൽ അവൻ്റെ പണി കഴിയത് പേടിച്ചിട്ടാണ് പറയാത്തത്. ഒരാളും പറയില്ല. അതുകൊണ്ട് ഇവർ ഈ കേരള യാത്ര ചോദിച്ചാൽ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് മുണ്ടുടുത്ത മോദി എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും മുണ്ടുടുത്ത പിണറായി എന്ന് മോദിയെ വിളിക്കുന്നതാണോ ശരി? അങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ ഇവരുടെ ഒരു ആശയങ്ങൾ എന്നുള്ള വെച്ചാലേ ഈ ഹിന്ദുത്വയുടെ ഇവരുടെ ആശയങ്ങൾ അത് രണ്ട് രീതിയിൽ വെച്ചാൽ ഒന്ന് ഏത് രീതിയിലായാലും ഈ രണ്ട് ആശയങ്ങളും ഏകാധിപത്യപരമാണ്. സമഗ്രാധിപത്യം എന്നാണ് ഇതിനെ പറയുക. ശരിക്കും ഫാസിസം എന്ന് പറയാൻ പറ്റില്ല. മൊത്തം അവരുടെ അധികാരത്തിന്റെ ഉള്ളിലാക്കുന്ന ഒരു സാധനമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. മറ്റേ ഫാസിസം ഒക്കെ നമ്മുടെ കഴിഞ്ഞ 1945 കൂടി നമുക്ക് തീർത്തു കഴിഞ്ഞല്ലോ. അതിനുശേഷം നിന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഇതാണ് ചൈനയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമഗ്രാധിപത്യമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഇങ്ങനെ ആവുന്നതിന്റെ കാരണം ഈ രണ്ടുപേരും ഈ സമഗ്രാധിപത്യത്തിന്റെ ആശയമുള്ള ആളുകളായതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ഒക്കെ പെരുമാറ്റങ്ങളും അവരുടെ രീതികളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. സമഗ്രാധിപതി ആവാൻ പോയ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കുറച്ചും കൂടി സമഗ്രാധിപതിയായിരുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ അവിടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വലിയൊരു പ്രഷർ അവിടെ വന്നത് പുറത്തുനിന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു. പുറത്തുനിന്നാണ്. ഇവിടെ ഉണ്ടായിരുന്ന പ്രഷർ, പക്ഷേ ഇവിടെ നീട്ടാൻ കഴിയില്ലായിരുന്നു. അവസാനത്തെ ആളെ പോലും ജയിലിലാക്കി. അപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണല്ലോ. ഇന്നിപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ഇവരുടെ ഈ വളരെയധികം ധാർഷ്ട്യത്തോടു കൂടിയുള്ള ചില നിലപാടുകൾ എല്ലാം നമ്മൾ കാണുന്നു. എന്തൊക്കെയായാലും അതിൻ്റെ ഒപ്പം അവർ ബിൽഡ് ചെയ്യുന്നൊരു നാഷണൽ ഇമേജ് ഉണ്ട്. ആ നാഷണൽ ഇമേജിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഒരു വിശ്വഗുരു എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റും. അതെ, അതൊക്കെ വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കൊട്ടകയാണ് ഇന്ത്യ എന്നുള്ള ഒരു സംഗതി. അതുപോലെ മറ്റു തലത്തിൽ ഇപ്പോൾ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പെരുപ്പിച്ച കണക്കാണെന്ന് ഉള്ള ആരോപണങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ അതെല്ലാം അവിടെ വലിയ തോതിൽ അവർ പറഞ്ഞു വെച്ചുകൊണ്ട് വലിയൊരു ഇമേജ് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ആകുന്ന സമയത്ത് ഇപ്പോൾ ഒരു വശത്ത് ഇതൊക്കെ നടക്കുമ്പോഴും മറ്റൊരു വശത്ത് നമ്മൾ കാണുന്നത് ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആകുന്നു എന്നുള്ള ഒരു നറേഷനും നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രഷർ ഇവിടെ ഇതുപോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആകുന്നതിന് തടസ്സമാകില്ലേ എന്നാണ്. ഉറപ്പായിട്ടും അതെന്താ സംഭവം അറിയും. നിങ്ങൾ 2014 അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തത് എന്താണ് ശരിക്കും? അദ്ദേഹം നിരന്തരമായ യാത്രകളായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യത്തേക്കും ആളെ കടത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു എല്ലായിടത്തേക്കും. അപ്പോൾ അദ്ദേഹം ആദ്യം ബിൽഡപ്പ് ചെയ്ത് അതാണ്. ആളൊരു പ്രത്യേക ഒരു ഇമേജ് ഉണ്ടാക്കി അപ്പൊ നമ്മൾ തന്നെ ആ കാലത്ത് മോദി അധികം പുറത്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞു. ഇന്റർനാഷണൽ ആയിട്ട് ബിൽഡപ്പ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവര് ഈ തരം ഈ ഏകാധിപതികളുടെ ഒരു പ്രധാന രീതി. അതവർ ചെയ്തു കൊടുക്കുകയും അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് മോദിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 2014 ഉണ്ടാക്കിയതൊന്നുമല്ല. അത് ശരിക്കും തുടർച്ചയാണ്. 91 ഉണ്ടായിട്ടുള്ള നമ്മളുടെ നയമാറ്റത്തിന്റെ ഭാഗമായിട്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് വരെ അത് നമ്മളെ അതൊരു ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. 10 വർഷത്തിനുണ്ടായ ഇതിന്റെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ടാണ് അതിന്റെ 10 വർഷമായിട്ട് വന്നത്. നമ്മൾ ലോകത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ കൊടുക്കാൻ മാത്രമുള്ള രീതിയിലേക്ക് രാജ്യം ഫണ്ട് കണ്ടെത്തുന്ന രീതിയിലേക്ക് രാജ്യം വളർന്നു 10 വർഷം കൊണ്ട് തന്നെ. കാരണം ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോടുള്ള ചില മതിപ്പ്, ഈക്വാലിറ്റിയെ പറ്റിയിട്ട് ഉള്ള അബദ്ധധാരണ, ഇതൊക്കെ ആയിരുന്നു നമ്മളെ 91 വരെ പിടിച്ചു നിർത്തിയിരുന്ന കട. ഇത് മാറ്റിയോടുകൂടി 10 വർഷം കൊണ്ട് അത് കഴിഞ്ഞോടുകൂടി തന്നെ ഇന്ത്യ അതിലേക്ക് പോയി. ആ അടുത്ത 10 വർഷം അതിൻ്റെ ഒരു വളർച്ച തുടർച്ചയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള വീണ്ടുമുള്ള ആ ഭൂമാണ് നമ്മളിവിടെ കാണുന്നത്. മോദിക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട കാര്യമുള്ളൂ. ഞാൻ ഈ മോദിയെ കുറ്റം പറയുന്നത് വിചാരിക്കരുത് കേട്ടോ. കാരണം സാധാരണ ഇപ്പോൾ അദ്ദേഹത്തിന് പകരം അവിടെ വേറൊരു സീറ്റിലൊരാളിരുന്നാലും ഇതൊക്കെ നടക്കും അതിൽ. പക്ഷെ നിങ്ങൾ വേറെ കാര്യം വേണം, നിങ്ങൾക്ക് ക്യാപിറ്റലിസത്തോട് കലി പാടില്ല. അതിപ്പോ ആർക്കും ഇല്ല അത് ശരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം അവർ ഫ്രീ ആക്കി അതിനെ വിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത്
അദ്ദേഹം ചില ആളുകളെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നിശബ്ദമായി പണിയെടുത്തു എന്നുള്ളത് ക്രോണിക് ക്യാപിറ്റൽ ക്രോണിക് അതാണ് ഇദ്ദേഹത്തിന്റെ അതാണ് വലിയൊരു ആരോപണം. ഏറ്റവും വലിയ ആരോപണമല്ല. നമുക്ക് പിന്നീട് ഇപ്പോ ഈ ഇലക്ട്രൽ ഫണ്ടിന്റെ ഘടന കാണുമ്പോൾ നമുക്കറിയാം ആളുകളെ വേട്ടയാടുന്നത് എങ്ങനെയാണെന്നും വേട്ടയാടിയ ആളുകളെ കൊണ്ട് പണം കൊണ്ടുവരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല ഒരു പാർട്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും നിയമവിധേയമായ മാർഗം അവലംബിച്ച് ലോകത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിപ്പോ അവരുടെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതായത് പണ്ടും ഇത് നടന്നിരുന്നു. അന്ന് ഈ പൈസ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഇന്ന് ഞങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ കണക്കാണ് അറിയുന്നത്. അതായത് ഹഫ്ത പിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പുസ്തകം പുസ്തകം വെച്ച് ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റേതില്ല അതില്ലേ ഇല്ല. അതെ, ഇവര് പറയില്ലേ മുമ്പ് ഇത് ഉണ്ടായിരുന്നു, ആ ഉള്ളതുണ്ട്, അതേ കൂടിയാണ് ഇത്. അതുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്പോ CPM അത് വാങ്ങിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. CPM ഈ 1% പോലും കിട്ടാതെ വോട്ടില്ലാത്ത കക്ഷി 435 കോടി രൂപ ഒരു വർഷം വാങ്ങി എന്ന് പറയും. അത് ബോണ്ടിൽ തന്നെ അല്ല, അവര് ബോണ്ടില്ലല്ലോ, ബോണ്ടല്ല ഈ ഡൊണേഷൻ. അതെ, ഞാൻ പാർട്ടി ഫണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 37% അല്ല 30% മേലെ വോട്ടുള്ള BJPക്ക് എത്ര കിട്ടണം? ഇത് 400. നിങ്ങളിത് കണക്കൂട്ട്, ഒരു പ്രൊപ്പോർഷൻ വെച്ച് നോക്കി അന്തം വിടും. ഇത് നമ്മള് അപ്പൊ ഇത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ഒപ്പമാണ് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ യെച്ചൂരി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നു ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഉമ്മൻചാണ്ടിക്ക് 5 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു, പിണറായി വിജയന് കൊടുത്തു, കരിമണൽ കർത്ത കൊടുത്തു എന്ന് വിചാരിക്കാം. ഇതൊക്കെ 1 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് വേണം പറയാം ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മോളുടെ അക്കൗണ്ടിൽ വരുന്നത് എന്ത് പറഞ്ഞാൽ നിങ്ങൾ ന്യായീകരിക്കുക? പറഞ്ഞ മനസ്സിലായി. ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് മാറിയിട്ടുള്ളത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഒരു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറയുമ്പോഴായാലും ഇതുപോലെയുള്ള മറ്റ് അഴിമതികളെ കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോഴായാലും ഇത് മുഴുവൻ ഇവിടുത്തെ ED ഉപയോഗിച്ചുകൊണ്ടും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെപ്പണൈസേഷൻ അവിടെ നടക്കുന്നു. ED വെപ്പൺ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, പക്ഷെ അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. ഇല്ല, ഇതിൽ ED ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ED അങ്ങനെ വെപ്പണായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ പിണറായി വിജയനും മകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സമയം കഴിച്ചു. പക്ഷെ അവര് തമ്മിലൊരു കൈപ്പിടുത്തുണ്ട്, അത് നമുക്ക് വളരെ വ്യക്തമാണ്. പിണറായി വിജയനും മോദിജിയും തമ്മിൽ ഒരു പാർട്ടിക്ക് ഉപരിയായുള്ള ഒരു ബന്ധമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു പകൽ പോലെയുള്ള ഒരു രഹസ്യമാണ്, പരസ്യമാണ്. അപ്പൊ അതുകൊണ്ട് ED കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് യൂസ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ ED എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ പോലുള്ള സ്ഥലത്ത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുക വയ്യ. ഇതൊക്കെ ടൂള് തന്നെയാണ്, അതിൽ ആരും സംശയമൊന്നുമില്ല. ഇതിലിപ്പോ ഇവർക്ക് എനിക്ക് തോന്നുന്നത് BJP ED ഉപയോഗപ്പെടുത്തിയാൽ ഫണ്ട് പിരിച്ചതൊക്കെ കറക്റ്റാണെന്ന് വെച്ചിട്ട് അതൊക്കെ ഗുണമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഫണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു, കുറെ കമ്പനികൾ പോയി റെയ്ഡ് ചെയ്യുകയും അതൊക്കെ അവർക്ക് ഗുണം ചെയ്തെങ്കിലും ഈ മദ്യവുമായി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ അവർ ചെയ്തതിൽ അവർക്ക് ദോഷമാണ് ഉണ്ടായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പകപോക്കലായിട്ട് തന്നെ ജനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്. കാരണം ഇവർക്ക് ജയിക്കാമായിരുന്നു അല്ലാതെ തന്നെ. ഇതിലെന്താ ചെയ്യുക, ഇലക്ഷൻ കാലത്ത് അത് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും ഈ കജ്രിവാൾ എന്ന് പറഞ്ഞ കക്ഷി 2013 കാലത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരുന്നത് അഴിമതിക്കെതിരെയാണ്. ഗുഡ് ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 2020 നമ്മുടെ നേതാവായ സാബു ജേക്കബ് പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. ഒരു കാർന്നേരെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിന്റെ പിന്നിൽ നിന്നാണല്ലോ ഇവര് കംപ്ലീറ്റ് സമരം ചെയ്തിരുന്നത്. പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, പിന്നീട് ഹനുമാന്റെ തോളിലായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഈ അഴിമതി വിരുദ്ധരായി വന്നിട്ട് അയാൾ തന്നെ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അയാളെ വേറെ മറ്റു കാര്യങ്ങളിൽ ഇതുപോലെ പിടികൂടപ്പെട്ട് ചെറിയ ചെറിയ കേസുകളിൽ സംശയാലുവാക്കപ്പെട്ട ആളായിരുന്നെങ്കിൽ ആളുകൾ വിശ്വസിക്കുമായിരുന്നു. ഇതങ്ങോട്ട് സമയം കിട്ടുന്നില്ല ആളുകൾക്ക്.
ഒട്ടും തന്നെ മദ്യവ്യാപാരത്തിൽ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഗോവയിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതൊക്കെ റീസൺ ഉണ്ട് അതിൽ. പക്ഷേ ഇത് അയാളെ അങ്ങോട്ട് അഴിമതിക്കാരനായിട്ട് അംഗീകരിക്കാൻ കുറച്ച് സമയം പിടിക്കും. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു തുറുപ്പ് ചീട്ടാണ്. ഒരു ട്രംപ് കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ BJP ഇറക്കിയ ഒരു സംഗതി അവർക്കും അറിയാം. അവർ മണ്ടന്മാരല്ലല്ലോ, മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ അത് മണ്ടം ഞാൻ പറഞ്ഞില്ല, ഏകാധിപതികൾക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് പറയാൻ അതുകൊണ്ട് ഞാൻ സമ്മതിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല. അതായത് അഥവാ അവരുടെ കയ്യിൽ കൃത്യമായ തെളിവോ കാര്യങ്ങളോ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള, അതായത് അഴിമതി വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നുകൊണ്ട് എന്നിട്ട് അവർ അഴിമതി കാണിക്കുന്നു എന്നുള്ള സംഗതി അവിടെ തെളിയിക്കാനായാൽ അത് ഭാവിയിൽ ആര് തന്നെ ഇതുപോലെ ഉയർന്നു വന്നാലും അവർക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ആയുധം കൂടിയല്ലേ ഇതിലൂടെ പുറത്തു. അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത്. അതെ, ആഫ്റ്റർ ദി ഇലക്ഷൻ ഇത് വെച്ചാൽ നിങ്ങൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയെ പറ്റി വികസിത രാഷ്ട്രങ്ങളിൽ പറയുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ഉള്ള ഒരു ഏകാധിപത്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തായാലും ശരി, നമ്മൾ ഈ ഇലക്ട്രൽ എന്നൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നിർബന്ധമാണ്, ലെവലിൽ കറക്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനത്തിന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭയങ്കര അഭിപ്രായം വരാൻ എന്നാണ് കാരണം. BJP കൊണ്ടുവന്നിട്ട് പോലും അഭിപ്രായം വരാൻ കാരണം വെച്ചാൽ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. എനിക്കുള്ള അതേ നിയമം തന്നെ എൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ ഉള്ള ആൾക്കും, അല്ലാണ്ട് അയാൾ ഏതെങ്കിലും കുന്നുംപുറത്ത് താമസിക്കുന്ന ആളല്ല, തൊട്ടയൽപ്പക്കത്തുള്ള ആൾക്കും അതേപോലെ തന്നെ കിട്ടണം, അവകാശങ്ങൾ കിട്ടണം എന്നുള്ളത്, ഇക്വാലിറ്റി വേണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാണ് ലെവൽ പ്ലേയിങ് വേണം. ലെവൽ പ്ലേയിങ്ങിലേക്ക് കൊണ്ടുവരും. അവിടെ മനുഷ്യ അവകാശ നിഷേധം പോലെയോ ഏതോ തരത്തിലുള്ള എന്തോ ഒരു അഴിമതി കാണിക്കുന്ന പോലെയോ എന്തോ ഒരു തരത്തിലുള്ള ക്രൂരത പ്രവർത്തിക്കുന്ന പോലെയോ ജനങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 7 സീറ്റും ഇവിടെ പോവും, പഞ്ചാബിലെ മൊത്തം സീറ്റും BJPക്ക് ഒന്നും കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് ഇനി പോകും ഈ വഴി. കാരണം ഇവർക്കൊരു 400 സീറ്റ് വരെ കിട്ടാവുന്ന തരത്തിലായിരുന്നു ഇവരുടെ ബിൽഡപ്പ്. സീറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എത്രയും കൂടുതൽ കഴിയാണ് ഇവർക്ക് നല്ലത്, അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളത് മുഴുവൻ പോകും. അത് ശരിയാണ്. അതായത് അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണി, ജനാധിപത്യത്തിന്റെ ടൂൾസിന് അതിന്റെ മൂർച്ച കളയുന്ന പരിപാടിയായിട്ടോ അതല്ലെങ്കിൽ അതിനെ തുരുമ്പെടുത്തുന്ന കൊടുക്കുന്ന ആ തരത്തിൽ ഇതിനെ മാറ്റുമ്പോൾ പല്ല് നഖമൊക്കെ കൊഴിക്കുന്ന ഒരു പണി, ഒരു ഗുണ്ടായിസം അതിനകത്തേക്ക് ഇറക്കുന്നു. അതാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇലക്ഷന്റെ പിറ്റേ ദിവസമാണെങ്കിൽ പോലും വോട്ടെണ്ണ കഴിയേണ്ട കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണെങ്കിൽ പോലും ഇത് പ്രശ്നമില്ലായിരുന്നു. ഇനിയൊരു റീ ഇലക്ഷനിലേക്ക് പോകുന്ന തരത്തിൽ ഇത് കൊണ്ടെത്തിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. കാരണം അത് ഞാൻ പറഞ്ഞിരിക്കും, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊതു സമൂഹത്തിന്റെ മുന്നിൽ അതൊരു വലിയ വിഷയമാണ്. അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ. ഇപ്പൊ രാജസ്ഥാനിലെ സ്ഥിതി പോലും മാറി എന്നാണ് പറയുന്നത്. രാജസ്ഥാനിലൊക്കെ മൊത്തം സീറ്റും BJPക്ക് അനുകൂലമാണെന്ന് എഴുതി വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പോഴത്തെ അഭിപ്രായ പോൾസൊക്കെ നമ്മുടെ ഇവിടുത്തെ പോളല്ല കേട്ടോ. ഇവിടുത്തെ മനോരമ നടത്തുന്ന പോൾ പറഞ്ഞാൽ അവിടെ ഉള്ള ആളോട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന പരിപാടിയല്ല, അവിടെ തന്നെ നടത്തുന്ന പോളുകളിൽ കൃത്യമായിട്ട് ഇത് വരുന്നുണ്ട്. ഈ മോദിയുടെ ജനപ്രീതി, പിന്നെ ഈ പൂജാരിക്കുള്ള ജനപ്രീതി, അദ്ദേഹത്തിന്റെ പൂജ, രാമക്ഷേത്രത്തിൽ നടത്തിയുള്ള പൂജ, പ്രാണപ്രതിഷ്ഠ, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിപ്രായം ഉണ്ടാക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശ്വഗുരു എന്നുള്ള എല്ലാ ഇമേജ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അത് ആര് ചെയ്താലും അതിലൊരു പുരോഗതി ഉണ്ട്. കാരണം സനാതന ധർമ്മത്തിന് എതിരാണ് ചെയ്തത്. ഒരു OBC-കാരൻ ലൈക്ക് നമ്മുടെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന പോലത്തെ സാധനമാണത്. ഒരു OBC-കാരൻ ഈ ബ്രാഹ്മണരൊക്കെ നിൽക്കേ അദ്ദേഹം ചെയ്തു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഇമേജ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. രാമക്ഷേത്രം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വരാൻ പാടില്ലായിരുന്നു. വന്നാൽ പിന്നെ രാഷ്ട്രീയമായി കൂടെ ഇല്ല. ഇത് കൊണ്ടുവരും ഇവരിതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് വേണം വോട്ട് മേടിക്കാൻ. ഇത് കിട്ടിയോടുകൂടി പിന്നെ ആളുകൾ കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ എപ്പോഴും അത് അവിടെ ഒരു പടി അകലത്തിൽ നിർത്തി
മോഹിപ്പിച്ച് വോട്ട് മേടിക്കേണ്ടതായിരുന്നു. അല്ല, അതിപ്പോ രാമക്ഷേത്രം പണി മാത്രമല്ല, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കുന്നിടത്തും ആ പ്രശ്നമുണ്ട്. പൊളിച്ചപ്പോഴും പ്രശ്നമുണ്ട്. അതെ, പക്ഷെ പൊളിച്ചാലും വേറൊരു കാര്യമുണ്ട്, അവിടെ ഇത് പണിയാന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ആ കോടതി വിധി വന്നപ്പോ അവിടെ വേറൊരു കുഴപ്പമായി. ഇനിയിപ്പോ പണിതപ്പോ ഇനിയിപ്പോ അതും ഇല്ല. പണിതപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം അല്ലാതായി. അവര് ഇപ്പൊ എന്താ അവിടെ സ്ഥിതി? എല്ലാ സ്ഥലത്തു നിന്നുള്ള ഫ്ലൈറ്റുകൾ അവിടേക്കായി. അതെ, ഇന്നൊരു ഡെസ്റ്റിനേഷൻ ആണത്, മാത്രമല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, കോടിക്കണക്കിന് റുപ്യ വരുമാനമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അതെ, ഏറ്റവും കൂടുതൽ ഈ പിൽഗ്രിം ആളുകൾ സന്ദർശിക്കുന്ന ഒരു പിൽഗ്രിം സെന്റർ ആയിട്ട് പോലെ അത് മാറുകയാണ് ലോകത്ത്. കോടിക്കണക്കിന് റുപ്യയുടെ വരുമാനമാണ് ആ ഗവൺമെന്റിന് അതിൽ നിന്നുണ്ടാവുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന അഭിവൃദ്ധി അത് നിസ്സാരമായിട്ട് നമ്മളിപ്പോ അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നവും കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു വോട്ട് പോലും ഈ മറ്റേ BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞു. അത് പൊളിറ്റിക്കലി അത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അക്കാര്യത്തിലൊക്കെ BJP ഇപ്പോഴും ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആളുകളുടെ മേത്ത് നടത്തുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണാനുണ്ട്. ഇവർക്ക് എപ്പോഴും ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവരിപ്പോ CA പോലൊരു സാധനം കൊണ്ടുവരുമ്പോൾ ഇവർ കൊണ്ടുവരും, അതൊക്കെ ഇവരുടെ വോട്ട് പിടിക്കൽ അവർക്കറിയാം. ഇവിടെ ഒരു സെക്കുലർ സമൂഹമുണ്ട്, കപട സെക്കുലർ സമൂഹം ഉണ്ടെന്നും മുസ്ലിം സമൂഹത്തെ പിരികേറ്റി അവരെ കലാപത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളതാണ് ആ സെക്കുലർ സമൂഹം എന്ന് ഇവർക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ശരിക്കും വോട്ടിന്റെ ഇവരുടെ വോട്ടിന്റെ നിർണ്ണയിക്കുന്ന സാധനം. അതാണ് സെക്കുലറിസ്റ്റുകളെ ഇവരൊരു സാധനം ഇട്ട് കൊടുത്താൽ മതി. സെക്കുലറിസ്റ്റുകൾ ഇപ്പൊ ഒരു കേരള സ്റ്റോറി സിനിമ ആയാലും ശരി, അത് എവിടെയോ ആരെങ്കിലും കണ്ടുപോകേണ്ട സാധനം. ഈ ദൂരദർശൻ എന്നൊക്കെ പറഞ്ഞാല് ഈ നമ്മുടെ കാണികളുടെ ഒരു കണക്കെടുപ്പ് റേറ്റിംഗ് ഉണ്ട്. ദൂരദർശന്റെ ചാനലൊന്നും ആരും കാണുന്നില്ല ഇപ്പൊ, റേറ്റിംഗിൽ ഇല്ലാത്തതാണ്. പിണറായി വിജയൻ പറഞ്ഞതിന് അതിലിത് വെച്ചിട്ട് ഇത് അപ്പം ഇവർക്കറിയാം ഇവിടെ ഒരു സെക്കുലർ സമൂഹം ഇവിടെയുണ്ട്, കപട സെക്കുലർ സമൂഹമാണ്. അവര് ഈ ഇതും പറഞ്ഞ് മുസ്ലിങ്ങളെ എരിവ് കയറ്റി അത് കുഴപ്പമുണ്ടാക്കിക്കോളും. ഞങ്ങൾക്ക് ഹിന്ദുക്കളെ പോളറൈസ് ഏകീകരിക്കാനും വോട്ടിന്റെ രീതിയിലേക്ക് ഗുണം ചെയ്യാനും അത് കുറച്ച് ഉപകാരപ്പെടും എന്നുള്ളത് അവർക്കറിയാം. ഇതൊക്കെയാണ് BJPയുടെ ഏറ്റവും ഇപ്പോഴും മുസ്ലിമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് BJPക്ക് ഉള്ള ഏറ്റവും വലിയ ശക്തി. രാമക്ഷേത്രമൊക്കെ പോയി